എഴുത്തുകാരൻ്റെ സർഗാത്മകതയ്ക്കാണ് അവാർഡ് കൊടുക്കുന്നത്, അയാളുടെ ക്രിയേറ്റിവിറ്റിക്കാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം, അയാളുടെ സ്വകാര്യ ജീവിതം അവാർഡിനെ ബാധിക്കേണ്ടതില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഉസൈൻ ബോൾട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, റണ്ണിങ്ങിൽ ഓടുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്യുന്നത് അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് അവാർഡ് കൊടുക്കേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം മോശമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവാർഡ് മാറ്റിവെക്കൂ. കലയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓസ്കാർ വൈൽഡ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ നോക്കുക, അയാൾ എന്തൊക്കെ തെറ്റാ ചെയ്തേക്കണേ. ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ ബാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഏത് വ്യക്തിയുടെ ആണെങ്കിലും അവാർഡിന് പരിഗണിക്കുമ്പോൾ അയാളുടെ മതം, അയാളുടെ ജാതി, അയാളുടെ സ്വകാര്യമായ ജീവിതം ഇതൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എല്ലായ്പ്പോഴും ഏതൊരു കലാകാരൻ്റെയും സർഗാത്മകതയ്ക്ക് തന്നെയാണ് ഊന്നൽ കൊടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. അതുമാത്രമല്ല, വേടൻ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ എഴുതുന്ന ഒരു യുവാക്കളിൽ, അല്ലെങ്കിൽ ഒരുവിധം യുവാക്കൾ ഏറ്റവും മികച്ച രീതിയിൽ എഴുതുന്ന ഒരു എഴുത്തുകാരൻ കൂടി തന്നെയാണ് വേടൻ.